ഡിജോ കാപ്പൻ, സാമൂഹ്യ പ്രവർത്തകൻ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ഡിജോ കാപ്പൻ, നോക്കൂ, കായംകുളത്ത് ഒരു ബസ് നിന്ന് കത്തുകയാണ്, KSRTC ബസ്. സമീപകാലത്ത് ഈ ഇലക്ട്രിക് ബസ്സുകളും ഡീസൽ ബസ്സുകളും വാങ്ങുന്നത് സംബന്ധിച്ച് പഴയ ഗതാഗത മന്ത്രിയും പുതിയ ഗതാഗത മന്ത്രിയും തമ്മിലുള്ള തർക്കമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഇങ്ങനെ നിന്ന് കത്തുന്നത് ഞാൻ ആദ്യമായി കാണുകയാണ്. ശരിയാണ്, വേണമെങ്കിൽ തീയിട്ടാൽ ഇങ്ങനെ കത്താമെന്നല്ലാതെ ഇത് ബസ്സിൻ്റെ എല്ലാ വശവും ഒരേപോലെ നിന്ന് കത്തുന്നത് സമീപകാലത്ത് ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. ശ്രീ ഡിജോ കാപ്പൻ, എന്തായിരിക്കാം അപകട കാരണം? അല്ല, ഇതിന്റെ കാരണം പ്രധാനമായിട്ടും KSRTCയുടെ ലോങ് ഡിസ്റ്റൻസ് സർവീസുകൾ മുൻകാലങ്ങളിലൊക്കെ 3 വർഷം, ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ 3 വർഷമായിരുന്നു ഒരു പുതിയ വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അത് KSRTCക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ പണമില്ലാതായപ്പോൾ അത് 4 വർഷം, 5 വർഷം, 6 വർഷം, ഇപ്പോൾ അവസാനം 8 വർഷമായി വാഹനങ്ങൾ സൂപ്പർ ക്ലാസ് സർവീസുകളായിട്ട് ഓടുകയാണ്. അപ്പൊ ഈ 8 വർഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം 500-നും 600-നും ഇടയ്ക്ക് കിലോമീറ്റർ ഓടുകയാണ്. അപ്പൊ ഒരു 3-4 വർഷം കഴിയുമ്പോൾ തന്നെ ഈ ബസ് അസ്ഥിപഞ്ചരാകുകയാണ്. പിന്നെ ദൈവവിശ്വാസമുള്ള ആളുകള് അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ നേർച്ച ഇടുന്നതുകൊണ്ട് ഡ്രൈവറുടെ ഒരു ഇതുകൊണ്ടും ഒക്കെയാണ് ഇത് യഥാസ്ഥലത്ത് എത്തിച്ചേരുന്നതെന്ന് ഡ്രൈവർമാര് പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഇതിനകത്ത് മെക്കാനിക്കൽ സ്റ്റാഫിന്റെയും കുഴപ്പമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന മെറ്റീരിയൽസ് മേടിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ കുടിശ്ശിക ഉള്ളത് കൊണ്ട്, അത് സാധനമില്ലാത്തത് കൊണ്ട് പലയിടത്തും ഒക്കെ കണക്ഷനൊക്കെ കൊടുക്കുക. അപ്പൊ മിക്കവാറും ഇത് ഷോർട്ടിങ് ഉണ്ടായതായിരിക്കാം. അതൊക്കെ എക്സ്പേർട്സ് ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. എന്തായാലും KSRTCക്ക് ഈ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. മുൻകാലങ്ങളിലൊക്കെ ഒരു 5-10 വർഷം മുമ്പ് പ്രതിവർഷം 300 ബസ്സുകൾ വാങ്ങി ഈ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ സൂപ്പർ ക്ലാസ് സർവീസുകളിലോട്ട് മാറ്റി ആ വാഹനങ്ങൾ ഓർഡിനറി ആയിട്ട് ഓടുന്ന ഒരു കാലമായിരുന്നു. എന്നാൽ ഇപ്പം പണമില്ലാത്തത് കൊണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 50 താഴെ ബസ്സുകളാണ് വാങ്ങിച്ചത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സ്ഥിതിയിൽ എന്താണ് ഇതിനൊരു മാർഗം എന്നുള്ളത് ഗവൺമെന്റ് അടിയന്തരമായിട്ട് നിലനിന്നെങ്കിൽ ഈ സ്ഥാപനം നിലനിൽക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് എന്തായാലും ഇപ്പം ആളുകൾക്ക് ജീവഹാനി ഉണ്ടായില്ല എന്നുള്ളത് തന്നെ വലിയ കേരളത്തിന് ഒരു ആശങ്ക ഉണ്ടാക്കാത്ത കാര്യമാണ്. അത് എന്തോ ഗുരുത്വത്തിന് ആളുകൾ, യാത്രക്കാരെല്ലാം രക്ഷപ്പെട്ടു. അവസരോചിതമായ ഇടപെടലാണ് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ഈ അപകടത്തിൽ നിന്ന് ആളുകളെ രക്ഷിച്ചതെന്ന് പറയുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ KSRTC അധികൃതർ, ബഹുമാനപ്പെട്ട മന്ത്രി ഒക്കെ ഒരു നടപടി എടുക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഇലക്ട്രിക് ബസ് വേണോ അല്ലാത്തത് വേണോ എന്ന തർക്കമല്ല നമ്മുടെ പ്രശ്നം. നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വാഹനങ്ങൾ, മാത്രമല്ല ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്തതുപോലെയുള്ള ചാർജ് യാത്രക്കാരുടെ നിന്ന് വാങ്ങിക്കുന്നത്. എന്നിട്ട് പോലും അവർക്കൊരു സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് തികച്ചും പ്രതിഷേധാർഹം തന്നെയാണ്. ഈ ബസ്സിന്റെ പ്രായാധിക്യമാണ് അപകട കാരണമെന്ന് പ്രാഥമികമായി സംശയിക്കാം. അത് ഉറപ്പായിട്ടും. എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഓടുന്ന, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഈ സൂപ്പർ ക്ലാസ് സർവീസുകളായിട്ട് ഓടുന്ന വാഹനങ്ങൾ അപകടങ്ങൾ വരുത്തി വെക്കും. എന്നുവെച്ചാൽ ഇവർക്ക് നിശ്ചിത സമയത്ത് അവിടെ എത്തിച്ചേരണം. അപ്പൊ ഇതിനുള്ള കണ്ടീഷനില്ല. ആ വാഹനങ്ങൾക്ക് ഈ ബോഡി ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാലും, ടയർ മാറ്റിയിടുന്നുണ്ടെന്ന് ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളിലൊന്നും മെയിൻ്റെനൻസ് ചെയ്യാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവർ പറയുന്നത്, റിപ്പയറിംഗ് തന്നെ നടക്കുന്നില്ല. പ്ലേറ്റ് വരെ വെൽഡ് ചെയ്തിടേണ്ട സ്ഥിതി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതൊന്നും ഇന്ത്യയിൽ ഒരു കോർപ്പറേഷനിലും അങ്ങനെ ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ പ്ലേറ്റ് പുതിയത് കിട്ടാനില്ലാത്തത് കൊണ്ട് പ്ലേറ്റുകൾ വെൽഡ് ചെയ്തിടുക. സാധാരണ പ്ലേറ്റ് ഒടിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് യാത്രക്കാർ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഈ വീട്ടമ്മമാർക്കൊക്കെ ഉള്ള കറിക്കത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അങ്ങനത്തെ അതിന് മൂർച്ച കൂടുതൽ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ അതിനുപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം ഇപ്പൊ അത് വെൽഡ് ചെയ്തിടുക. അപ്പൊ അങ്ങനെ വെൽഡ് ചെയ്തിടുമ്പോൾ ചെറിയ മുഴയുണ്ടാകും, അതിന്റെ യാത്ര കംഫർട്ട് കുറയും. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ടയറിൽ ഒരിക്കലും ഫ്രണ്ട് ടയർ കട്ട് ചെയ്ത ടയർ ഇടാറില്ല. അത് പുതിയ ടയറുകളാണ് ഇടുന്നത്. അതുപോലും ഇടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ആ വണ്ടി ഓടിക്കുമ്പോൾ അതിന്റെ ഗ്രിപ്പ്, റോഡ് ഗ്രിപ്പ് കുറയും. ഇതിപ്പോ ഡ്രൈവർക്ക് എന്തോ മണം കേട്ടപ്പോൾ മനസ്സിലായി, ഉടൻ തന്നെ ഡ്രൈവർ യാത്രക്കാരോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ മണം കെട്ടാൽ തീ പിടിക്കുമെന്ന് തോന്നുന്ന രീതിയിലാണ് ബസ്. അതെ, ചിലപ്പം ഈ നമുക്കറിയാം ഇഞ്ചിനുള്ള ഓയിലൊക്കെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം ഹൈ റേഞ്ചിൽ പോകുന്ന ബസ്സിന്റെ നമ്മൾ കണ്ടമാനം ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു അസഹനീയ മണം വരും. അത് കൂടുതലായി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ബ്രേക്ക് കയറി പിടിക്കും. അത് ക്ലച്ച് താങ്ങിയൊക്കെ വരുമ്പം ഉണ്ടാകും. അപ്പൊ അദ്ദേഹം നല്ല ഡ്രൈവർ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ഇത് ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ യാത്രക്കാർക്ക് ഒരു അപകടമുണ്ടാവാതെ ഇന്നൊരു ദുഃഖവാർത്ത റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്യാൻ ഇടവരാതിരുന്നത് ദൈവത്തിന് നന്ദി പറയും. ശ്രീ ഡിജോ, ഈ ബസ്സിന്റെ ഒരു എല്ലാ ഭാഗത്തും തീ കത്തി അമരുന്നത് ഒരുപക്ഷെ ഇത് ഫസ്റ്റ് സർവീസ് കൊണ്ടായിരിക്കും, ഫുൾ ഡീസലായിരിക്കും, അല്ലെ ഫുൾ ടാങ്ക് ഡീസലായിരിക്കും. അല്ല, പണ്ട് നമ്മൾ ഓർക്കുന്നുണ്ടോ, ചേർത്തലയിൽ നിന്ന് വന്ന ഒരു കച്ച് ലോറിയും KSRTC ബസ്സുമായിട്ട് കൂട്ടിയിടിക്കുകയും ആളുകൾ മരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുക. അത് കഴിഞ്ഞ് ഗവൺമെന്റ് അതിനൊരു കമ്മീഷനെ വെച്ചു.
ആ കമ്മീഷന്റെ ഹിയറിങ്ങിന് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ട് പേരാണ് ആ കമ്മീഷൻ ഹിയറിങ്ങിന് അന്ന് പങ്കെടുത്ത്. പിന്നെ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു ആശുപത്രി കിടക്കുന്നവർ അവരുടെ ബൈസ്റ്റാൻഡർമാരെയൊക്കെ ഒന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് അങ്ങനെയാണ് അന്നൊരു. അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ വാർത്ത നിങ്ങൾ റിപ്പോർട്ട് ചെയ്യും, ആ സമയത്ത് രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റവരും ഒക്കെ പ്രതികരിക്കും. പക്ഷെ പിന്നീടുള്ള ഒരു ഫോളോ അപ്പിൽ ആ കമ്മീഷൻ നല്ലൊരു ശുപാർശ കൊടുക്കുകയും ഇങ്ങനത്തെ അപകടങ്ങൾ ഒന്നുകിൽ ഈ കച്ചി പോലെയുള്ള സാധനങ്ങൾ ഇതുപോലെ റോഡിലോട്ട് പുറത്തോട്ട് തള്ളി നിർത്തി കൊണ്ടുപോകാൻ പാടില്ലെന്നൊക്കെയുള്ള ഒരു ശുപാർശകളൊക്കെ കൊടുക്കാൻ ഇടവരണമെങ്കിൽ ആ കമ്മീഷന് മുന്നേ ആരെങ്കിലും ഒക്കെ ചെന്ന് പറയണ്ടേ എന്തെങ്കിലും കാര്യങ്ങൾ. അപ്പം അതും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഈ തരുണത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എത്ര കാലം പഴക്കമുള്ള ബസ്സുകൾ KSRTCയുടെ കയ്യിൽ ഇപ്പോഴും ഓടുന്നുണ്ടാവും? ഇപ്പൊ 15 കൊല്ലം കഴിഞ്ഞ വണ്ടിക്ക് പെരുമ്പാവൂർ ഫിറ്റ്നസ് കൊടുത്തു. 15 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടാൻ പാടില്ല. ആ വണ്ടിയാണ് പെരുമ്പാവൂർ ഒരു അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ടത് ഒരു 1-2 മാസം മുമ്പ്. അപ്പം അങ്ങനെ അത് എങ്ങനെ കൊടുത്തു എന്ന് എനിക്ക് അറിയത്തില്ല. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ, അത് ഞാൻ വേണേൽ നികേഷിന് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇട്ടുതരാം. അപ്പം അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയൊരു കാര്യമാണ്. ഈ പഴയ ബസ്സുകളൊക്കെ എന്താ സാധാരണ KSRTC ചെയ്യുന്നത്? കണ്ടം ചെയ്തിട്ട് എവിടെ കൊണ്ടിടും? അല്ല, ഇത് കൊണ്ടുപോയിട്ടിട്ട് ഓപ്ഷൻ നടത്തിയിട്ട് ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഇത് വാങ്ങിക്കൊണ്ട് പോവുമായിരുന്നു. ഇവിടെ പിന്നെ KSRTC ഇപ്പം അത് ആ വാഹനങ്ങൾ ഇപ്പം നമ്മുടെ വയനാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ടൂറിസം പ്രോജക്റ്റ് കൊടുത്തിട്ട് അതിനകത്ത് ആളുകൾക്ക് ഡെയിലി ഇടമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. ശരി, വളരെ നന്ദി ശ്രീ ഡിജോ കാപ്പൻ ഈ ഘട്ടത്തിൽ ഇത്രയും